മക്കളെ അങ്ങനെ എല്ലാവരും കാത്തിരുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നു. ഇനി ഏത് ജില്ലയിലാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന ചോദ്യത്തിന് പറയുകയാണ് എല്ലാവരും. ഏത് ജില്ലയിൽ അപ്ലൈ ചെയ്താൽ ഏറ്റവും പെട്ടെന്ന് നിയമനം കിട്ടും? കട്ട് ഓഫ് ഏറ്റവും കുറഞ്ഞു വരുന്ന ജില്ല ഏതാണ്? നിലവിലത്തെ നിയമന നില എങ്ങനെയാണ്? ആ നിയമന നില പ്രകാരം അടുത്ത തവണ നമുക്ക് ചാൻസ് ഉണ്ടാകുമോ? ഇത്തരത്തിലുള്ള ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും മക്കളെ. ഈ സംശയങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കാൻ പോകുന്നത്. കമ്പനി ബോർഡ്, LGS, VFA, BEVCO ഇത് മൂന്നും നമ്മളെ 10th പ്രിലിംസിൽ അല്ലെങ്കിൽ 10th ലെവൽ പരീക്ഷകളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. കമ്പനി ബോർഡ് LGS 7th ആണെങ്കിലും അത് മൂന്നും നമ്മൾ ഒരേപോലെ ഒരേ അർത്ഥത്തിൽ തന്നെ കാണുന്ന പരീക്ഷകളാണ്. അതിൽ VFA എന്ന് പറയുന്ന പരീക്ഷയുടെ നിയമന നില എന്താണ്, ഏത് ജില്ലയിലാണ് അപേക്ഷിക്കേണ്ടതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇതാണ് നിലവിൽ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ. ഈ നോട്ടിഫിക്കേഷൻ 15/12/2025 പുറത്തു വന്നിട്ടുള്ളത്. ലാസ്റ്റ് ഡേറ്റ് 14/1/2026. ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ മക്കളെ, നിങ്ങൾ അവസാന നിമിഷത്തേക്ക് കാത്തിരിക്കേണ്ട. ഇപ്പൊ തന്നെ എന്ത് ചെയ്തേക്ക്, കയറി അപ്ലൈ ചെയ്തേക്കണം. 14/1/2026 ഏത് ഡിസ്ട്രിക്റ്റ് ആണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് കണ്ടതിന് ശേഷം എന്ത് ചെയ്തേക്കാം, നേരെ പോയി അപ്ലൈ ചെയ്തേക്കാം. ഇനി വെയിറ്റ് ചെയ്യേണ്ട മക്കളെ. ഇതിന്റെ സ്റ്റാറ്റസ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്നുള്ളതാണ്. റവന്യൂ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നിയമനം കിട്ടുക. 23,700-നും 52,600-നും ഇടയിലാണ് ബേസിക് പേ വരിക. ഇത് ബേസിക് പേ ആണ് കേട്ടോ, ഇത് ബേസിക് പേ ആണ്. ഇതിന്റെ കൂടെ മറ്റ് അലവൻസുകളും കാര്യങ്ങളും ഒക്കെ വരും. ബേസിക് പേ എന്ന് പറയുന്നത് എത്രയാണ്? 23,700-നും 52,600-നും ഇടയിലാണ്. ഇനി എത്ര രൂപയാണ് സാലറി എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്താൽ മതി. ഞാൻ ആ കാര്യം മറ്റൊരു വീഡിയോയിൽ ചെയ്തു തരാം കേട്ടോ. എത്ര രൂപയാണ് നിങ്ങൾക്ക് കയ്യിൽ കിട്ടുക, എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് എത്ര രൂപ കയ്യിൽ കിട്ടുമെന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്തു തരാം. ആവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യാം. ഏതൊക്കെ ജില്ലകളിലാണ് കിട്ടുക മക്കളെ? കേരളത്തിലെ 14 ജില്ലകളിലേക്കുമായിട്ടാണ് നിയമനം നടക്കുക. അപ്പൊ ജില്ലാ വൈസ് ആണ് നിയമനം. അപ്പൊ അതുകൊണ്ട് ഏത് ജില്ലയിലാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് അറിയണം. തിരുവനന്തപുരം മുതൽ ഇങ്ങോട്ട് താഴെ കാസർഗോഡ് വരെ 14 ജില്ലകളിലായിട്ടായിരിക്കും നിയമനം കിട്ടുക. നമുക്ക് ഓരോ ജില്ലയുടെയും സ്റ്റാറ്റസ് നോക്കാം. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. മക്കളെ നേരെ നോക്കിയടാ. ഇത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്, ജില്ലാ വൈസ് ആണ്. 18 വയസ്സിനും 36 വയസ്സിനും ഇടയിൽ പ്രായമുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. അപ്പൊ എന്ന് പറയുമ്പോൾ 36 ആണ് കൂടിയ ഏജ് പറഞ്ഞിരിക്കുന്നത്. ഇത് അൺറിസർവ്ഡ് കാറ്റഗറിയുടെ കാര്യമാണ്, അതായത് ജനറൽ കാറ്റഗറിയുടെ കാര്യമാണ്. 1989 1-ാം മാസം 2-ാം തീയതി മുതൽ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. മക്കളെ ഇനി നിങ്ങൾ OBC കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് 39 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ കഴിയും. ഇനി നിങ്ങൾ SC/ST കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് 41 വയസ്സ് വരെയും എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ആ കാര്യം കൂടി എന്ത് ചെയ്തേക്കാം, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. SSLC ക്വാളിഫിക്കേഷൻ ഉള്ള ഏത് ഉയർന്ന യോഗ്യതയുമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതാണ് ബേസിക് കാര്യങ്ങൾ. ഇനി നമുക്ക് ഏത് ജില്ല എന്ന ചോദ്യത്തിലേക്ക് വരാം. മക്കളെ ഞാനിവിടെ ഓരോ ജില്ലയുടെയും 3 ഡേറ്റയാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് കട്ട് ഓഫ്, രണ്ടാമത്തത് മെയിൻ ലിസ്റ്റിൽ എത്ര പേരെ ഉൾപ്പെടുത്തി, മൂന്നാമത്തത് അഡ്വൈസ് ലിസ്റ്റ്. ഇങ്ങനെ 3 കാറ്റഗറികളിലായിട്ട് തിരിച്ചിട്ട് ഓരോ ജില്ലയുടെയും ഡേറ്റ പറഞ്ഞുതരാം. മക്കളെ തിരുവനന്തപുരം ജില്ല എടുക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയുടെ കട്ട് ഓഫ് 74 കട്ട് ഓഫ് 74. 254 പേരെയാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. ഓക്കെ, 254 പേരെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. നിലവിൽ അഡ്വൈസ് ലിസ്റ്റ് പ്രകാരം 164 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. നിലവിൽ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് 164 പേർക്കാണ് നിയമനം പോയിട്ടുള്ളത്. 2027 കൂടിയിട്ടാണ് ഈ റാങ്ക് ലിസ്റ്റുകൾ അവസാനിക്കുക. 164 പേർക്ക് നിലവിൽ നിയമനം പോയിട്ടുണ്ട്, അതായത് അഡ്വൈസ് പോയിട്ടുണ്ട്. ഇനി നമ്മൾ കൊല്ലം ജില്ലയിലേക്ക് വന്നാലോ? കൊല്ലത്തിലും വ്യത്യാസമില്ല, കട്ട് ഓഫ് സെയിം ആണ്. 74 കട്ട് ഓഫ്. മെയിൻ ലിസ്റ്റിൽ 281 പേരെ ഉൾപ്പെടുത്തി. പക്ഷെ 99 പേർക്ക് മാത്രമേ ഇതുവരെ അഡ്വൈസ് പോയിട്ടുള്ളൂ. ഓക്കെ, 99 പേർക്ക്, അതായത് തിരുവനന്തപുരം ജില്ലയേക്കാൾ കൂടുതൽ ആളുകളെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി 99 പേർക്ക് മാത്രമേ നിയമനം പോയിട്ടുള്ളൂ. പത്തനംതിട്ട ജില്ല എടുക്കാം. 70.67 കട്ട് ഓഫ് വന്നത്. അതായത് തിരുവനന്തപുരം ജില്ലയും കൊല്ലം ജില്ലയും അപേക്ഷിച്ച് കട്ട് ഓഫ് കുറവാണ്, 70.67. പക്ഷെ 134 പേരെ മാത്രമേ ഉൾപ്പെടുത്തിയുള്ളൂ. അതിന്റെ കാരണം നിങ്ങൾക്കറിയാം, പത്തനംതിട്ട ജില്ലയിലേക്ക് റവന്യൂ ഡിവിഷനിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആയിട്ടുള്ള നിയമനങ്ങൾ സാധാരണ കുറവാണ്. 134 പേരെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി 66 പേർക്ക് മാത്രമേ നിയമനം നൽകിയിട്ടുള്ളൂ എന്ന് കാണാൻ കഴിയും. ഇനി കോട്ടയം ജില്ല നോക്കിയടാ, 71.33 കട്ട് ഓഫ്. താരതമ്യേന കട്ട് ഓഫ് കുറവാണ്, 71.33 കട്ട് ഓഫ്. 158 പേരെ മാത്രമേ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ, 158 പേര്. പക്ഷേ 110 പേർക്കും നിയമനം കൊടുത്ത ജില്ലയാണ് കോട്ടയം ജില്ല. കോട്ടയം ജില്ലയിൽ 110 പേർക്ക് നിയമനം കിട്ടി. അതായത് ഇനി വെറും 48 പേർക്ക് അല്ലെങ്കിൽ 48 പേരുടെയാണ് മെയിൻ ലിസ്റ്റ് പ്രകാരം നിയമനം കിട്ടേണ്ടത്. ഞാൻ റിസർവേഷൻ അല്ല പറയുന്നത്, മെയിൻ ലിസ്റ്റ് പ്രകാരമാണ് 48 മിച്ചമുണ്ട്. 158-ൽ 110 നിയമനങ്ങൾ പോയിട്ടുണ്ട്. എറണാകുളം ജില്ലയിലേക്ക് വന്നേ, 72 കട്ട് ഓഫ്. താരതമ്യേന കട്ട് ഓഫ് 72, ഒരു ആവറേജ് പിടിക്കുന്നുണ്ട്. 264 പേരെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി
174 പേരെ എന്ത് ചെയ്തു, നിയമിച്ചിട്ടുണ്ട്. 174 പേരെ. അപ്പം നിലവിൽ പറഞ്ഞതിൽ ഏറ്റവും കൂടുതൽ നിയമനം പോയിട്ടുള്ളത് എറണാകുളം ജില്ലയിലാണ്. 264 പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് കൊല്ലം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. രണ്ടാമത് നമ്മൾ ഇതുവരെ പറഞ്ഞതിൽ എറണാകുളം ജില്ലയാണ്. കട്ട് ഓഫ് വൈസ് നോക്കുമ്പോൾ കൂടുതലല്ല, അതായത് തിരുവനന്തപുരം കൊല്ലം ജില്ലയെക്കാളും കുറവാണ്, 72 കട്ട് ഓഫ് വന്നത്. ആലപ്പുഴ ജില്ലയിലേക്ക് പോവാം, 70.67 കട്ട് ഓഫ്. അതായത് പത്തനംതിട്ട ജില്ലയെ പോലെ തന്നെ കട്ട് ഓഫ് കുറഞ്ഞു വന്ന ജില്ലയാണ് ആലപ്പുഴ. 147 പേരെയാണ് ഉൾപ്പെടുത്തിയതെങ്കിലും 85 പേർക്ക് മാത്രമേ എന്ത് പോയിട്ടുള്ളൂ, നിയമനം പോയിട്ടുള്ളൂ. അപ്പോൾ ആലപ്പുഴ ജില്ലയിലും നിയമനം കുറവാണ്, പത്തനംതിട്ട പോലെ തന്നെയാണ്. ഇനി നോക്കിയാൽ തൃശ്ശൂർ ജില്ല 72.67 കട്ട് ഓഫ് വന്നു. ഞാൻ പറഞ്ഞതുപോലെ തന്നെ 74 ഒന്നും പോയില്ലെങ്കിലും തൃശ്ശൂരിൽ 72.67 അത്യാവശ്യം നല്ലൊരു കട്ട് ഓഫ് വന്നിട്ടുണ്ട്. 282 പേരെ ഉൾപ്പെടുത്തി. നിലവിലുള്ള കണക്കുകളിൽ ഏറ്റവും കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തിയത് എവിടെയാണ്, ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് തൃശ്ശൂർ ജില്ലയിലാണ്. ഏറ്റവും കൂടുതൽ നിയമനം പോയിട്ടുള്ളതും തൃശ്ശൂർ ജില്ലയിലാണ്. അപ്പൊ താരതമ്യേന തൃശ്ശൂർ ജില്ല എന്ന് പറയുന്നത് നിയമനം കൂടുതൽ നടക്കുന്ന, അപ്പോയിന്റ്മെന്റുകൾ കൂടുതൽ നടക്കുന്ന ഒരു ജില്ലയാണ്. നിയമനം ജില്ലയും തിരുവനന്തപുരം ജില്ലയും തൃശ്ശൂർ ജില്ലയും തിരുവനന്തപുരം ജില്ലയും, ഈ രണ്ട് ജില്ലയിലും അത്യാവശ്യം നിയമനം നടന്നിട്ടുണ്ട്. മറ്റൊരു ജില്ല എറണാകുളം ജില്ലയാണ്. എറണാകുളം ജില്ലയിലും അപ്പോയിന്റ്മെന്റ് വൈസ് എന്താണ്, അത് കൂടുതലാണ്. അത്യാവശ്യം നല്ല നിയമനങ്ങൾ തിരുവനന്തപുരം, എറണാകുളം, തൃശ്ശൂർ ജില്ലകളിൽ നടന്നിട്ടുണ്ട്. 164, 74, 198. ഇനി പാലക്കാട് നോക്കിയടാ, 71.67 കട്ട് ഓഫ്. പറഞ്ഞതിൽ വെച്ച് ഏറ്റവും കുറവ് കട്ട് ഓഫ് വന്നിട്ടുള്ള മറ്റൊരു ജില്ലയാണ്. കോട്ടയം പോലെ കുറവ് കട്ട് ഓഫ് വന്നിട്ടുള്ള ഒരു ജില്ലയാണ്. 280 പേരെ ഉൾപ്പെടുത്തിയിട്ട് 168 പേർക്ക് നിയമനം നൽകി. നല്ലൊരു ടാലിയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ കോട്ടയം ജില്ലയിൽ പറഞ്ഞതുപോലെ ഒരു ടാലി പാലക്കാട് ജില്ലയിലും കാണാൻ കഴിയും. 168 പേർക്ക് നിയമനം കൊടുത്തു. നമ്മൾ മറ്റേ ഇവിടെ പറഞ്ഞ കോട്ടയം ജില്ലയിൽ 158 പേരെ ഉൾപ്പെടുത്തി 110 പേർക്ക് നിയമനം കൊടുത്തതുപോലെ പാലക്കാടും 280 പേരെ ഉൾപ്പെടുത്തിയെങ്കിലും 168 പേർക്കും എന്ത് കൊടുത്തിട്ടുണ്ട്, അഡ്വൈസ് നൽകിയിട്ടുണ്ട് എന്നുള്ളത് ശുഭകരമായ കാര്യമാണ്. ഇനി മുന്നോട്ട് പോകാം. ഇനി നമ്മൾ വരാൻ പോകുന്നത് കോഴിക്കോട് ജില്ലയിലേക്കാണ്. കോഴിക്കോട് ജില്ലയുടെ അവസ്ഥ നോക്കിയാടാ, 74.67 കട്ട് ഓഫ്. എന്ന് പറഞ്ഞാൽ ഞാൻ പറയാൻ പോകുന്ന ജില്ലകളിലും ഇതുവരെ പറഞ്ഞ ജില്ലകളിലും വെച്ച് ഏറ്റവും ഉയർന്ന കട്ട് ഓഫ് ഉള്ള ജില്ലയാണ് ഏതെന്ന് പറയുക, കോഴിക്കോട് ജില്ല. 169 പേരെയാണ് 74.67 എന്ന് പറയുന്ന കട്ട് ഓഫിൽ ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അതിൽ 98 പേർക്കും മാത്രമേ നിയമനം നൽകിയിട്ടുള്ളൂ. അപ്പോൾ വളരെ കൂടിയ കട്ട് ഓഫും എന്നാൽ വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമേ എന്ത് കിട്ടിയിട്ടുള്ളൂ, നിയമനം കിട്ടിയിട്ടുള്ളൂ എന്ന് കാണാൻ കഴിയും. അപ്പോൾ കൂടിയ കട്ട് ഓഫ് വന്ന ജില്ല ഏതാണ്, കോഴിക്കോടാണ്. വയനാട് നോക്കിയേ, 69.33. താരതമ്യേന കട്ട് ഓഫ് കുറവ്, 104 പേരെ ഉൾപ്പെടുത്തിയുള്ളൂ, 25 പേർക്ക് മാത്രമേ നിയമനം കൊടുത്തിട്ടുള്ളൂ. അപ്പം നിയമനം വളരെ കുറഞ്ഞ ജില്ലയാണ് വയനാട്. കണ്ണൂർ നോക്കിയടാ, 74 കട്ട് ഓഫ്. ഏറ്റവും കൂടിയ മറ്റൊരു കട്ട് ഓഫാണ് കണ്ണൂർ ജില്ലയുടെ. തിരുവനന്തപുരം, കൊല്ലം പോലെ തന്നെ 74 കട്ട് ഓഫ് വന്നു. 194 പേരെ ഉൾപ്പെടുത്തിയിട്ട് 155 പേർക്ക് നിയമനം നൽകി. അപ്പം അത്യാവശ്യം നല്ലൊരു ടാലി അവിടെ കാണാൻ കഴിയും. അത്രയും നിയമനം എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ കൊടുത്തിട്ടുണ്ട്. ഇടുക്കി ജില്ല നോക്കാം, 68 കട്ട് ഓഫ്. ഏറ്റവും കുറവ് കട്ട് ഓഫ് വന്ന ജില്ല ഏതാണ്, അത് ഇടുക്കിയാണ്. 156 പേരെയാണ് ഉൾപ്പെടുത്തിയതെങ്കിലും 55 പേർക്ക് മാത്രമേ ഇടുക്കി ജില്ലയിൽ എന്ത് കിട്ടിയിട്ടുള്ളൂ, നിയമനം കിട്ടിയിട്ടുള്ളൂ. ഇനി മലപ്പുറത്തേക്ക് വന്നാലോ, 72 കട്ട് ഓഫ്, ആവറേജ് കട്ട് ഓഫ് ആണ്. 237 പേരെ ഉൾപ്പെടുത്തി 160 പേർക്ക് നിയമനം നൽകിയിട്ടുണ്ട്. ലാസ്റ്റ് കാസർഗോഡ് ജില്ലയിലേക്ക് പോയാൽ 70.67 കട്ട് ഓഫ്. 178 പേരെയാണ് ഉൾപ്പെടുത്തിയത്, 63 പേർക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്, നിയമനം നൽകിയിട്ടുണ്ട്. അതായത് ഞാൻ മൊത്തത്തിൽ പരിശോധിച്ചാൽ 71.83 എന്ന് പറയുന്ന ഒരു ആവറേജ് കട്ട് ഓഫിലാണ് ഈ 14 ജില്ലകളും കൂടിയുള്ള ടാലി പോയിരിക്കുന്നത്. എത്രയാണ്, 71.83. അതിൽ 68 ഏറ്റവും കുറഞ്ഞ കട്ട് ഓഫ്. then ഏറ്റവും കൂടിയ കട്ട് ഓഫ് നോക്കിയാൽ 74.67 ആണെന്ന് കാണാൻ കഴിയും. 74.67 ഉയർന്ന കട്ട് ഓഫ് എന്ന് കാണാൻ കഴിയും. അപ്പോൾ ഇതിനിടയിലാണ് ഏതാണ്ട് 71.83 വെച്ച് കട്ട് ഓഫ് വന്നു. എത്ര പേര് മെയിൻ ലിസ്റ്റിലുണ്ട്, എല്ലാ ജില്ലകളിലും കൂടി ആയിട്ട് 2838 പേരെ എന്ത് ചെയ്തു, മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. മെയിൻ ലിസ്റ്റിൽ 2838 പേരെ എന്ത് ചെയ്തിട്ടുണ്ട്, ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആകെ ഇതുവരെ കേരളത്തിൽ മുഴുവൻ 14 ജില്ലകളിലായിട്ട് 1620 പേരെ എന്ത് ചെയ്തു, അഡ്വൈസ് നൽകിയിട്ടുണ്ട്. 1620 പേർക്ക് അഡ്വൈസ് നൽകിയിട്ടുണ്ട്. ഇതാണ് കേരളത്തിന്റെ മൊത്തത്തിലുള്ള ജില്ല, അല്ലെങ്കിൽ ഒരു രൂപരേഖ. ഇനി ചോദ്യം, ഇതിൽ ഏത് ജില്ലയിൽ ഞാൻ അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ്. മക്കളെ, ഇവിടെ ഞാൻ ചില ഫാക്റ്റുകൾ ഒന്ന് പറഞ്ഞുതരാം. ഞാൻ ചില ജില്ലകളെ ഒന്ന് തരംതിരിക്കുകയാണ്. ഇതിൽ മക്കളെ ഒന്നാമത് ഞാൻ തരംതിരിക്കുന്ന ജില്ല ഇതാണ്, പത്തനംതിട്ട ജില്ല. പത്തനംതിട്ട ജില്ല ഞാൻ എന്ത് ചെയ്തില്ല, നേരെ ചൊവ്വേ പ്രിഫർ ചെയ്യാനായിട്ട് പറയില്ല. കാരണം കട്ട് ഓഫ് ആവറേജ് ആണ്. 66 പേർക്ക് മാത്രമേ നിയമനം നൽകിയിട്ടുള്ളൂ എന്ന് കാണാൻ കഴിയും. അതിനുശേഷം ഞാൻ പറയുന്ന മറ്റൊരു ജില്ലയാണ് ആലപ്പുഴ ജില്ല. ആലപ്പുഴ ജില്ല ഏതാണ്, ആലപ്പുഴ ജില്ലയും ഇതേപോലെ തന്നെയാണ്. 70.67 ആവറേജ് കട്ട് ഓഫ് ആണ്. 85 പേർക്ക് മാത്രമേ നിയമനം കിട്ടിയിട്ടുള്ളൂ. ഇനി
മറ്റൊരു ജില്ല എന്ന് പറയുന്നത് ദാ ഇവിടെ വരുമ്പോഴത്തേക്കും ദാ ഇതാണ് വയനാട് ജില്ല. വയനാട് ജില്ലയും ഞാൻ എന്ത് ചെയ്യുന്നില്ല, പ്രിഫർ ചെയ്യുന്നില്ല. കാരണം 69 കട്ട് ഓഫ് കുറവാണ്, പക്ഷേ 25 പേർക്ക് മാത്രമേ ഇവിടെ നിയമനമുള്ളൂ എന്ന് കാണാൻ കഴിയും. ഇനി അതിനുശേഷം നേരെ വന്നാൽ ഇടുക്കി ജില്ലയിലും എന്താണ്, നിയമനം വളരെ കുറവാണ്, കട്ട് ഓഫ് കുറവാണ്, പക്ഷേ നിയമനവും കുറവാണ്, 55 മാത്രമേ നിയമനമുള്ളൂ. കാസർഗോഡ് ജില്ല അവസാനം നമ്മൾ കട്ട് ചെയ്ത് കളയുകയാണ്. 70 കട്ട് ഓഫ് വന്നതെങ്കിലും 63 പേർക്ക് മാത്രമേ എന്ത് കിട്ടിയിട്ടുള്ളൂ, നിയമനം കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഏതാണ്ട് 6ഓളം ജില്ലകൾ അല്ലെങ്കിൽ 5ഓളം ജില്ലകളിൽ നിയമനം വളരെ കുറവാണ്. 5ഓളം ജില്ലകളിൽ നിയമനം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ ഈ ഒരു ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയും. അപ്പം നിങ്ങളുടെ സ്വന്തം ജില്ലയിൽ തന്നെയാണ് ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നത് എങ്കിൽ, അത് മൊത്തത്തിലുള്ള എൻ്റെ ഒരു ഒപ്പീനിയനാണ്. ഓക്കെ, മൊത്തത്തിൽ പഠിക്കുന്ന കുട്ടികളോടുള്ള എൻ്റെ ഒപ്പീനിയനാണ്. നിങ്ങൾ സ്വന്തം ജില്ലയിലാണ് ജോലി ആഗ്രഹിക്കുന്നത് എങ്കിൽ ധൈര്യമായി നിങ്ങളുടെ ജില്ല വെച്ചു, ഒരു പ്രശ്നവുമില്ല. ഒരു നിയമനമെങ്കിലും നടക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് സ്വന്തം ജില്ലയിലാണ് ജോലി വേണ്ടത്, എനിക്ക് മറ്റൊരു ജില്ലയിലേക്ക് പോകാൻ കഴിയില്ല, തീർച്ചയായിട്ടും നിങ്ങൾ സ്വന്തം ജില്ലയിൽ തന്നെ അപ്ലൈ ചെയ്യണം. ഓക്കെ, അതിൽ യാതൊരു സംശയവും വേണ്ട. ഒരു നിയമനമെങ്കിലും നടക്കുന്നുണ്ട്, ആ ഒരു നിയമനത്തിന് വേണ്ടി നിങ്ങൾ പഠിക്കും. നിങ്ങൾക്ക് ആ ഒരു നിയമനത്തിന് വേണ്ടി അധ്വാനിക്കാൻ പറ്റുമെങ്കിൽ, നിങ്ങൾ ആത്മാർത്ഥമായി ട്രൈ ചെയ്യുമെങ്കിൽ, ഒരു ദിവസത്തിൻ്റെ സമയത്തിൽ കൂടുതലും ഞാൻ പഠനത്തിന് വേണ്ടി മാറ്റിവെക്കുമെന്നുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു വേക്കൻസിക്ക് വേണ്ടി പഠിച്ചോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ജില്ലയിൽ വെക്കാം. ഇനി നിങ്ങൾ ജോലി ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ, ഓക്കെ, നിങ്ങൾ ജോലി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് കോമ്പറ്റീഷൻ കൊടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ നിയമനം കുറഞ്ഞ ജില്ലകൾ ഒഴിച്ചുള്ള മറ്റ് ജില്ലകളിൽ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഏറ്റവും കൂടുതൽ നിയമനം നോക്കുകയാണെങ്കിൽ അത് തൃശ്ശൂരും തിരുവനന്തപുരവും എറണാകുളവും ഒക്കെയാണ്. പക്ഷെ അവിടെ കോമ്പറ്റീഷൻ ഉണ്ടാവും. അപ്പം മൊത്തത്തിൽ ഞാൻ ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ജില്ലയാണ് പ്രിഫർ ചെയ്യാനായിട്ട് കഴിയുക എന്നുള്ളത് പൊതുവിൽ നിങ്ങളുടെ വിലയിരുത്തലാണ്. അല്ലെ, നിങ്ങളാണ് ആഗ്രഹിക്കുന്നത് ഞാൻ കോമ്പറ്റീഷൻ കൂടുതലുള്ള സ്ഥലത്ത് പോയി വർക്ക് ചെയ്യണോ, തൃശ്ശൂർ, തിരുവനന്തപുരം, എറണാകുളം ജില്ലകളിൽ, പാലക്കാട് ജില്ലകളിൽ പോയി വെക്കാം, ഒരു പ്രശ്നവുമില്ല. പക്ഷേ കോമ്പറ്റീഷൻ കൂടുതലാണ്. ആ കോമ്പറ്റീഷൻ പുൾ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിയമനം കൂടുതലാണ്, നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാം. ഓക്കെ, സ്വന്തം ജില്ലയാണ് വേണ്ടത്, നിങ്ങൾക്ക് 14 ജില്ലയിൽ നിങ്ങൾ ഏത് ജില്ലയിലാണോ വസിക്കുന്നത് ആ ജില്ല നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാം, തൊട്ടടുത്ത ജില്ലകൾ പ്രിഫർ ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. ഇനി നിങ്ങൾ കുറച്ചുകൂടി സേഫ് ആണ് കളിക്കുന്നത് എങ്കിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് ജോലിയാണ് പ്രധാനം എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് എങ്കിൽ മക്കളെ നിങ്ങൾ തന്നെയാണ് ചൂസ് ചെയ്യേണ്ടത്. ചൂസ് യുവർ ഡിസ്ട്രിക്ട്, അത് നിങ്ങളാണ് ചൂസ് ചെയ്യേണ്ടത്. അതിലെനിക്ക് അഭിപ്രായം പറയാൻ കഴിയില്ല. ഓക്കെ, നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് നിങ്ങൾ തന്നെ ചൂസ് ചെയ്യണം. അതായത് സേഫ് ആയിട്ട് കളിക്കണമെന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്നൊക്കെ എൻ്റെ അസംഷനാണ്, ഞാൻ കണ്ടെത്തിയ അസംഷൻസ് ആണ്. അപ്പം നിയമനം കൂടുതലുള്ള ജില്ലയിൽ അപ്ലൈ ചെയ്യാം, പക്ഷേ അവിടെ കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും. നിയമനം കുറവുള്ള ജില്ലയിൽ അപ്ലൈ ചെയ്യാം, ഒരു ജോലിയാണ് ആവശ്യമെങ്കിൽ നിങ്ങളോട് അപ്ലൈ ചെയ്തോ, കുഴപ്പമില്ല. ആ ഒരു രീതിക്ക് എനിക്ക് പറയാൻ കഴിയുള്ളൂ. പക്ഷേ നിങ്ങൾക്കൊരു സേഫ് പൊസിഷൻ ഉണ്ടാവണം, നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷനെ അടിപൊളിയായിട്ട് കൊണ്ടുപോകും. അങ്ങനെയാണ് എങ്കിൽ മക്കളെ നിങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ജില്ലയിൽ അപ്ലൈ ചെയ്യാം, ഒരു പ്രശ്നമില്ല. ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സ്വന്തം ജില്ല തന്നെയാണ്. നിങ്ങൾ മറ്റൊരു ജില്ലയിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് എക്സ്പെൻസ് കൂടും, ശരിയല്ലേ? നിങ്ങൾ നിങ്ങളുടെ ജില്ല വിട്ട് പുറത്തു പോവുകയാണ്, ഈ കിട്ടുന്ന സാലറി വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് എക്സ്പെൻസ് കൂടും, കറക്റ്റ് അല്ലേ? നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വരും, നിങ്ങളുടെ വീട്ടുകാരിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വരും, മറ്റൊരു സാഹചര്യത്തിൽ പോയി ജോലി ചെയ്യേണ്ടി വരും, അല്ലേ? മറ്റൊരു രീതിയിൽ ജോലി ചെയ്യേണ്ടി വരും. ഒരു പക്ഷേ വർഷങ്ങളോളം നിങ്ങളോട് ജോലി ചെയ്യണം, പിന്നെ മ്യൂച്വൽ ട്രാൻസ്ഫറൊക്കെ കിട്ടി സ്വന്തം ജില്ലയിലേക്ക് എത്താനൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ജില്ലയിൽ അപ്ലൈ ചെയ്യുന്നതാണ് വളരെ നല്ലത്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ രീതിയിൽ പഠിക്കാനായിട്ട് ശ്രമിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ നന്നായി പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഈ ജോലി നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും കാണത്തില്ല. നിങ്ങൾ ആ രീതിയിൽ കോമ്പീറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം. നിങ്ങൾക്കൊരു ഹെൽപ്പ് ഈ ഒരു പ്രിപ്പറേഷനിൽ ആവശ്യമാണ് എങ്കിൽ, നിങ്ങൾക്ക് ഈ ഒരു പ്രിപ്പറേഷനിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നമ്മളുടെ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് മക്കളെ. ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ്? മുന്നിൽ അവസരങ്ങൾ അനവധിയാണ് മക്കളെ. നിങ്ങൾ ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് പഠിച്ചു തുടങ്ങാം. ഇത് കമ്പനി ബോർഡ്, LGS, VFA, BEVCO, LD 3 പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോമൺ ബാച്ചാണ്. അതായത് ഈ 3 പരീക്ഷകളും നിങ്ങൾക്ക് 3-in-1 ബാച്ച് എന്നൊക്കെ പറയാം. ഈ ഒരൊറ്റ ബാച്ചിൽ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഈ 3 കോഴ്സും കിട്ടും. ഇതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടെങ്കിൽ ആ സ്പെഷ്യൽ ടോപ്പിക് ഇവിടെ കവർ ചെയ്യും. ഇതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പിലാണ് പരീക്ഷയെങ്കിൽ ആ രീതിയിൽ ഇവിടെ കവർ ചെയ്യും. അതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ കവർ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ബാച്ചാണ്, നിങ്ങളുടെ സക്സസ്സിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ബാച്ചാണ്. ഈ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ, ഉടനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അഡ്മിഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ കൃത്യമായിട്ടുള്ള ടോപ്പിക് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കും.
ഏറ്റവും മികച്ച അധ്യാപകരുടെ ടോപ്പിക് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കും, കൃത്യമായിട്ടൊരു മെൻറ്റർഷിപ്പ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും, ഒരു മെൻറ്റർ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഇനി അതും കൂടാതെ എല്ലാ മൺഡേയിലും വൈകുന്നേരം 6 മണിക്ക് അമൽ സാറിൻ്റെയും എൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള മോട്ടിവേഷൻ സെഷൻസ് ഉണ്ടായിരിക്കും, കൃത്യമായിട്ടുള്ള സ്റ്റഡി ടിപ്സ് ഉണ്ടായിരിക്കും, ലൈവായിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് ഉണ്ടായിരിക്കും, ഡെയിലി വീക്ക്ലി മന്ത്ലി അസസ്മെൻറ്റ് എക്സാമുകൾ ഉണ്ടായിരിക്കും, സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും. അങ്ങനെ നിങ്ങളെ ജോലിയിലേക്ക് എത്തിക്കാനുള്ള എല്ലാ സാധ്യതകളും നമ്മൾ ഈ ഒരു ബാച്ചിലൂടെ പ്രയോഗിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രമിക്കാം, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി എത്തിക്കാം. എത്രയും പെട്ടെന്ന് മക്കളെ ഫോൺ എടുത്തിട്ട് 8281 223366 ഈ നമ്പറിലോട്ട് വിളിച്ചോണേ. 8281 223366 നമ്പറിലോട്ട് വിളിച്ചോടാം. ഒട്ടും താമസിപ്പിക്കേണ്ട, എത്രയും പെട്ടെന്ന് വിളിച്ചോ. 8281 223366 നമ്പറിലോട്ട് വിളിച്ചോ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഗൂഗിൾ ഫോം താഴെ ഉണ്ടായിരിക്കും, ആ ഒരു ഗൂഗിൾ ഫോമും കൂടെ ഒന്ന് ഫില്ല് ചെയ്തോടാം. എന്നാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നമ്മുടെ അക്കാഡമിക് കൗൺസിലേഴ്സ് കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പോൾ വെയിറ്റ് ചെയ്യരുത് മക്കളെ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. നിങ്ങളുടെ ജില്ല നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ ഏത് ജില്ലയിലാണ് ജീവിക്കുന്നത് ആ ജില്ലയിൽ തന്നെ അപ്ലൈ ചെയ്യാനേ ഞാൻ പറയുള്ളൂ. എന്നാൽ അതിനുശേഷം നിങ്ങൾ ആ ജില്ലയ്ക്ക് വേണ്ടി കോമ്പീറ്റ് ചെയ്ത് പഠിക്കണം. എനിക്ക് എൻ്റെ ജില്ലയിൽ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ജോലി വേണം എന്നുള്ള ആഗ്രഹത്തിൽ കോമ്പീറ്റ് ചെയ്ത് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ നമ്പർ എടുത്ത് വിളിച്ചോളാം. 8281 223366. നമുക്ക് ബാച്ചിൽ കാണാം. അടിപൊളിയായിട്ട് പഠിച്ചു പോകാം.